കർണാടകയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 8 നിലയിൽ പൊട്ടിച്ച് അധികാരത്തിലേറിയപ്പോൾ കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെട്ടത് ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ വലിയ തുടക്കമാണെന്നാണ്. മതേതര വിശ്വാസികളും ഇടതുപക്ഷ അനുഭാവികളും ഒരു പരിധിവരെ ആശ്വാസം കൊണ്ടതും അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ അധികാരം ലഭിച്ച് മാസങ്ങൾ പിന്നിടുമ്പോൾ അവിടെ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ വിരൽ ചൂണ്ടുന്നത് കോൺഗ്രസിൻ്റെ ജനിതകപരമായ ജീർണതകളിലേക്കാണ്. അധികാരക്കൊതിയും ഗ്രൂപ്പ് വഴക്കും പ്രഭുത്വ മനോഭാവവും മുഖമുദ്രയാക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരിക്കലും ജനപക്ഷത്തു നിന്നും ഭരണം നടത്താനാകില്ലെന്ന് ഈ കർണാടകയിലെ പുതിയ സംഭവ വികാസങ്ങൾ അടിവരയിടുന്നു. ഈ സാഹചര്യത്തിലാണ് കേരള കൗമുദി അവരുടെ റിപ്പോർട്ടിൽ വളരെ പ്രസക്തമായൊരു ചോദ്യം ഉന്നയിച്ചത്. കർണാടകയിൽ കോൺഗ്രസിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടോ? ഉത്തരം അതെ എന്ന് തന്നെ പറയേണ്ടി വരും. ഭരണ നേട്ടങ്ങളെക്കുറിച്ചല്ല, മറിച്ച് അധികാര വടംവലികളെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ അഹങ്കാരത്തെക്കുറിച്ചുമുള്ള വാർത്തകളാണ് ദിനംപ്രതി കർണാടകയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ആത്മാഭിമാനമുള്ള ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അറപ്പുളവാക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കർണാടകയിൽ നിന്ന് പുറത്തു വന്നത്. മുഖ്യമന്ത്രിയായതിൻ്റെ ആഘോഷങ്ങൾക്കിടയിൽ കനകപുരിയിലെ ഹരോഹള്ളിയിൽ DK ശിവകുമാർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ യഥാർത്ഥ വർഗ സ്വഭാവമാണ് തുറന്നു കാട്ടുന്നത് എന്നാണ് ആരോപണം. നൂറ് കിലോയിലധികം ഭാരമുള്ള ആപ്പിളും പൂക്കളും കൊണ്ടുണ്ടാക്കിയ പടുകൂറ്റൻ മാല ഹൈഡ്രോളിക് ക്രെയിൻ ഉപയോഗിച്ചാണ് അണികൾ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അണിയിക്കാൻ കൊണ്ടുവന്നത്. എന്നാൽ അധികാരത്തിൻ്റെ ലഹരി തലയ്ക്ക് പിടിച്ചിട്ടാണോ എന്നറിയില്ല, ശിവകുമാർ ആ മാലയിൽ നിന്ന് ഒരു ആപ്പിൾ പറിച്ച് കടിച്ചിട്ട് അത് താഴെ നിൽക്കുന്ന അണികൾക്കിടയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. അതിന് പിന്നാലെ വേറൊരു ആപ്പിളും അതേപോലെ കടിച്ചിട്ട് അതും വലിച്ചെറിഞ്ഞു. ആ എച്ചിൽ ആപ്പിളിനായി അണികൾ തിക്കിത്തിരക്കുന്നതും രാജ്യം കണ്ടു. എന്തൊരു പ്രഭുത്വ മനോഭാവമാണിത്! അടിയാളന്മാർക്ക് എച്ചിൽ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന പഴയ ഫ്യൂഡൽ ജന്മിയുടെ അതേ മാനസികാവസ്ഥ. ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തത് നിങ്ങളുടെ കടിച്ച ആപ്പിൾ തിന്നാനല്ല ശിവകുമാറേ എന്ന് BJP നേതാക്കളെ കൊണ്ടുവരെ ചോദിക്കേണ്ടി വന്നു എന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഗതികേടാണ്. ജനസേവകനാണ് താൻ എന്ന പ്രാഥമിക പാഠം പോലും മറന്ന് ജനങ്ങളെ തങ്ങളുടെ കാൽക്കീഴിൽ നിൽക്കുന്ന അടിമകളായി കാണുന്ന ബൂർഷ്വാ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വൃത്തികെട്ട മുഖമാണ് അവിടെ അനാവരണം ചെയ്യപ്പെട്ടത്. സാധാരണക്കാരുടെ വിയർപ്പിൽ കെട്ടിപ്പടുത്ത അധികാര കസേരയിലിരുന്ന് അവർക്ക് നേരെ തന്നെ സ്വന്തം എച്ചിൽ വലിച്ചെറിയുന്ന കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഇതിനപ്പുറം എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. DK ശിവകുമാർ എങ്ങനെയാണ് മുഖ്യമന്ത്രി കസേരയിൽ എത്തിയതെന്ന് ഈ രാഷ്ട്രീയ ജീർണതയുടെ മറ്റൊരേടാണ്. കോൺഗ്രസിനെ വിജയതീരത്തെത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച സിദ്ധരാമയ്യെ എത്ര നിഷ്കരുണമായാണ് ഹൈക്കമാൻഡ് വെട്ടിമാറ്റിയത് എന്ന് ദേശീയ മാധ്യമമായ ആജിതക് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. BJP എങ്ങനെയാണോ അവരുടെ മുതിർന്ന നേതാവ് BS യെദ്യൂരപ്പയെ ഒതുക്കിയത്, കൃത്യം അതേ തന്ത്രമാണ് കോൺഗ്രസും കർണാടകയിൽ പയറ്റിയത്. യെദ്യൂരപ്പയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി BJPയുടെ പാർലമെൻ്ററി ബോർഡിലേക്ക് ഒതുക്കിയതുപോലെ സിദ്ധരാമയ്യെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ ഒരംഗം മാത്രമാക്കി ചുരുക്കി. ജനകീയ അടിത്തറയുള്ള നേതാക്കളെ വെട്ടിനിരത്തി പണക്കൊഴുപ്പും കോർപ്പറേറ്റ് ബന്ധങ്ങളുമുള്ള DK ശിവകുമാറിനെ പോലെയുള്ളവരെ വാഴിക്കുന്ന ഈ നയം കോൺഗ്രസിൻ്റെ സ്വന്തം ശവക്കുഴി തോണ്ടുമെന്നതിൽ സംശയമില്ലെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഡൽഹിയിൽ നിന്നും ചരട് വലിക്കുന്ന ഹൈക്കമാൻഡ് നേതൃത്വത്തിന് ജനങ്ങളുടെ താൽപ്പര്യങ്ങളെക്കാൾ വലുത് കോടീശ്വരന്മാരായ നേതാക്കളുടെ ബിസിനസ് താൽപ്പര്യങ്ങൾക്കാണെന്ന് ഈ തീരുമാനങ്ങൾ തെളിയിക്കുന്നു. കർണാടകയിൽ DK മുഖ്യമന്ത്രി കസേര പിടിച്ചെടുത്തതോടെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ കേരള കൗമുദി ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തുടക്കത്തിലെ തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന DK ശിവകുമാറിനെയാണ് പിന്നീട് കണ്ടത്. മന്ത്രിസഭയിലെ ചേരിപ്പോരും അധികാരമോഹവും മൂലം കർണാടകയിലെ ഭരണം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ്. വകുപ്പ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തെരുവിലേക്കെത്തി. രാമലിംഗ റെഡ്ഡിയുടെ രാജിനാടകമാണ് ഇതിൽ പ്രധാനം. പുതിയ മന്ത്രിസഭയിലെ അംഗമായ മുതിർന്ന നേതാവ് രാമലിംഗ റെഡ്ഡി തനിക്കിഷ്ടമുള്ള വകുപ്പ് കിട്ടാത്തതിൻ്റെ പേരിൽ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിക്കുകയും രാജിവയ്ക്കുന്ന നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഹൈക്കമാൻഡ് ഇടപെട്ട് ഏറെ പണിപ്പെട്ടാണ് അദ്ദേഹത്തെ അനുനയിപ്പിച്ചത്. വകുപ്പ് ബഹിഷ്കരിച്ച കൃഷ്ണ ബൈര ഗൗഡ മറ്റൊരു വിഷയം. ബംഗളൂരു നഗരവികസന വകുപ്പ് മന്ത്രിയായി നിയോഗിക്കപ്പെട്ട കൃഷ്ണ ബൈര ഗൗഡയുടെ പ്രവൃത്തികൾ ഇതിലും വിചിത്രമാണ്. വകുപ്പ് ലഭിച്ചിട്ടും അദ്ദേഹം ഇതുവരെ ചുമതലയേൽക്കാൻ തയ്യാറായിട്ടില്ല. കാരണം വളരെ വ്യക്തമാണ്, കോടികളുടെ അഴിമതിക്കും കമ്മീഷനും വഴിയൊരുക്കാൻ കഴിയുന്ന ബംഗളൂരു വികസന അതോറിറ്റിയും ബംഗളൂരു മെട്രോപൊളിറ്റൻ മേഖലാ വികസന അതോറിറ്റിയും തൻ്റെ വകുപ്പിന് കീഴിൽ കൊണ്ടുവരണമെന്ന കടും പിടുത്തത്തിലാണ് അദ്ദേഹം. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനോ നഗരത്തിലെ കുടിവെള്ളവും ഗതാഗത സൗകര്യവും ഒരുക്കാനോ
അല്ല ഈ നേതാക്കന്മാർ മത്സരിക്കുന്നത്. മറിച്ച് ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്ന വകുപ്പുകൾ എങ്ങനെ കൈക്കലാക്കാം എന്നതിലാണ് ഇവരുടെ മുഴുവൻ ശ്രദ്ധയും. ജനസേവനം എന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് കേവലം ലാഭമുണ്ടാക്കാനുള്ള ഒരു ബിസിനസ് മാത്രമായി മാറിയിരിക്കുന്നു. മന്ത്രിസ്ഥാനം കിട്ടാത്ത MLA-മാരാകട്ടെ തങ്ങളുടെ പരാതികളുമായി ഡൽഹിയിലേക്ക് വണ്ടി കയറാൻ തയ്യാറെടുത്തു നിൽക്കുകയാണ്. ഈ കസേര മോഹികളെ തൃപ്തിപ്പെടുത്താൻ മാത്രം സമയം കണ്ടെത്തുന്ന മുഖ്യമന്ത്രി എപ്പോഴാണ് കർണാടകയിലെ പാവപ്പെട്ട കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് കർണാടകയിലെ ജനങ്ങൾ ചോദിക്കുന്നത്. ഒരു വശത്ത് സ്വന്തം പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കുകൾ പരിഹരിക്കാനാകാതെ കുഴങ്ങുന്ന കോൺഗ്രസ് നേതൃത്വം, മറുവശത്ത് തക്കം പാർത്തിരിക്കുന്ന BJP. കർണാടക രാഷ്ട്രീയത്തിൽ എക്കാലത്തും ജനവിരുദ്ധതയുടെ പര്യായമായി അവതരിച്ചിട്ടുള്ള ഓപ്പറേഷൻ താമരയ്ക്ക് വീണ്ടും കളമൊരുക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്ന സംശയം രാഷ്ട്രീയ നിരീക്ഷകരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കരുതുന്നതിൽ കാരണമുണ്ട്. അധികാരത്തിന് വേണ്ടി എന്ത് നെറുകേടും കാണിക്കാൻ മടിയില്ലാത്ത സംഘപരിവാർ ശക്തികൾക്ക് കോൺഗ്രസിലെ ഈ അസംതൃപ്തരായ നേതാക്കളെ വിലക്കെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. സ്വന്തം ജനപ്രതിനിധികളെ വിശ്വസിക്കാൻ കഴിയാത്ത, അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾക്കായി കടിപിടി കൂടുന്ന നേതാക്കളുള്ള ഒരു പാർട്ടിയുടെ ഭാവി എന്തായിരിക്കുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് കേരള കൗമുദി ചോദിച്ച ആ ചോദ്യം ഇന്ന് ഏറെ പ്രസക്തമാകുന്നത്. പാർട്ടിക്കുള്ളിലെ കലഹത്തിന് പിന്നിൽ BJP ആണോ? ഇക്കണക്കിന് മുന്നോട്ട് പോയാൽ അധികാരം BJPക്ക് മുന്നിൽ അടിയറവ് വയ്ക്കാൻ കോൺഗ്രസിന് അധിക സമയം വേണ്ടി വരില്ല. ഇതൊരു പാഠമാണ്. വിശേഷിച്ച് BJPയെ താഴെയിറക്കാൻ കോൺഗ്രസിനെ തന്നെ ആശ്രയിക്കണമെന്ന് വിശ്വസിക്കുന്നവർക്കുള്ള ഒരു വലിയ പാഠം. നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിലും അഴിമതിയുടെ കാര്യത്തിലും ജനവിരുദ്ധതയുടെ കാര്യത്തിലും കോൺഗ്രസും BJPയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ മാത്രമാണെന്ന് ഒരിക്കൽ കൂടി ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ജനകീയനായ സിദ്ധരാമയ്യയെ വെട്ടിമാറ്റി അധികാരം പിടിച്ചെടുക്കാനും കോടികളുടെ ഫണ്ടുള്ള വകുപ്പുകൾക്കു വേണ്ടി വിലപേശാനും ജനങ്ങൾക്ക് നേരെ കടിച്ച ആപ്പിൾ വലിച്ചെറിയാനും യാതൊരു ഉളുപ്പുമില്ലാത്ത നേതാക്കളുള്ള കോൺഗ്രസിന് എങ്ങനെയാണ് ഇന്ത്യയിൽ ഫാസിസത്തിനെതിരെ ഒരു യഥാർത്ഥ പോരാട്ടം നയിക്കാൻ സാധിക്കുക? അധികാരത്തെ ജനസേവനത്തിനുള്ള ഉപാധിയായി കാണുന്ന ചൂഷിത വർഗത്തിൻ്റെ അവകാശങ്ങൾക്കായി വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന അടിയുറച്ച ഇടതുപക്ഷ ബദലിന് മാത്രമേ യഥാർത്ഥത്തിൽ രാജ്യത്ത് BJPയെ നേരിടാനാകൂ എന്ന് കർണാടകയിലെ ഈ സംഭവങ്ങൾ ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിൽ കോൺഗ്രസിൻ്റെ പതനം ആരംഭിച്ചിരിക്കുന്നു. മന്ത്രിസഭയിലെ കലാപങ്ങളും മണികളോടുള്ള പുച്ഛവും അധികാരത്തോടുള്ള ആർത്തിയും അവരെ കൊണ്ടെത്തിക്കുന്നത് വൻ തകർച്ചയിലാണ്. കടിച്ച ആപ്പിളുകൾ വലിച്ചെറിയുന്ന ഈ പുതിയ ജന്മിമാരെ കർണാടകയിലെ ജനങ്ങൾ വൈകാതെ തന്നെ അറബിക്കടലിൽ എറിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ കോൺഗ്രസ് ജീർണതയെ തല്ലിക്കൊഴിക്കുമ്പോൾ പകരം അവിടേക്ക് കടന്നു വരുന്നത് അതിനേക്കാൾ ഭീകരന്മാരായ വർഗീയ ഫാസിസ്റ്റ് ശക്തികളായ BJP ആണ് എന്ന് ഓർക്കുമ്പോൾ ഏതൊരു ജനാധിപത്യ വിശ്വാസിയുടെയും നെഞ്ചിൽ കനത്ത ആദിയും മാനസിക വിഷമവും പടരും. ചെന്നായുടെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ മുൻപിൽ വന്നു നിൽക്കുന്നത് ഭീകരനായ ഒരു നരഭോജി കടുവയാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാക്കുന്ന മാനസിക വിഷമം ചെറുതല്ല. ഒരു വശത്ത് നാടിൻ്റെ മതസൗഹാർദ്ദവും ജനാധിപത്യവും കോർപ്പറേറ്റുകൾക്ക് പണയം വയ്ക്കാൻ തക്കം പാർത്തിരിക്കുന്ന സംഘപരിവാർ ക്രൂരത, മറുവശത്ത് ജനങ്ങളെ വെറും കളിപ്പാവകളായും അടിമകളായും കണ്ട് അവരുടെ മുഖത്തേക്ക് സ്വന്തം എച്ചിൽ വലിച്ചെറിയുന്ന കോൺഗ്രസിൻ്റെ അസഹനീയമായ ധാർഷ്ട്യം. ഇതിനിടയിൽ പെട്ടുപോയ കന്നഡ ജനതയുടെ അവസ്ഥ അങ്ങേയറ്റം ദയനീയമാണ്. കോൺഗ്രസിൻ്റെ ഈ നെറികെട്ട അഹങ്കാരവും ജനവിരുദ്ധതയും ഇനിയൊരു നിമിഷം പോലും സഹിക്കാൻ ആ ജനതയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് നൽകുന്ന ഓരോ പ്രഹരവും BJP എന്ന ഭീകരതയ്ക്ക് വഴിയൊരുക്കുമെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും ആ ധാർഷ്ട്യം സഹിക്കുന്നതിലും നല്ലത് മരണമാണ് എന്ന് ഉറച്ചു വെച്ചവരെ പോലെയാണ് ഇന്ന് കർണാടകയിലെ ജനങ്ങൾ നിൽക്കുന്നത്. മുന്നിലുള്ളത് വലിയൊരു രാഷ്ട്രീയ ദുരന്തമാണെന്ന് അറിഞ്ഞിട്ടും ഭരണകൂടത്തോടുള്ള അടക്കാനാവാത്ത അമർഷം മൂലം സ്വന്തം കൈകൊണ്ട് മരണം വരിക്കാൻ തയ്യാറെടുത്ത ആത്മഹത്യാ സ്ക്വാഡുകളെ പോലെ നിസ്സഹായരായി, എന്നാൽ അങ്ങേയറ്റം രോഷാകുലരായി നിൽക്കുകയാണ് ആ ജനത. കോൺഗ്രസ് വരുത്തിവെച്ച ഈ വലിയ ശാപം കന്നഡ മണ്ണിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വലിയ രാഷ്ട്രീയ ദുരന്തമായിരിക്കും.